ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആശ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ ക്ലാസ്സിലെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ട് പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ? മക്കൾ റെഡി ആണല്ലോ? മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലുള്ള ഒരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കളുടെ പേരുകൾ എഴുതുക. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിന്റെ പേര് തെറ്റാതെ എഴുതുക. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി 4th ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അല്ലെ. നോക്കിക്കേ മക്കളെ, എന്താണ് കോൺവെർസേഷൻ എന്നതാണ് നമ്മുടെ 4th ആക്ടിവിറ്റി വരുന്നത്. കൃത്യമായിട്ട് മക്കളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നോ? ചോദ്യം ഇതാണ്: സഷ ആൻഡ് നവീൻ told Anupama teacher about Kabita. She decided to visit Kabita's house. Next day, Anupama teacher went to Kabita's house. Teacher talked to Kabita's mother about sending her to school. എന്താ മക്കളെ സംഭവിച്ചത്? ഇതാരാണ്? നമ്മുടെ അനുപമ ടീച്ചറാണ്. ഇതാരാണ്? നമ്മുടെ കവിതയുടെ മദർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്? നമ്മുടെ സഷിയും നവീനും എന്ത് ചെയ്തു? അനുപമ. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ടീച്ചർ എടുത്ത് നമ്മുടെ കവിതയെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ കവിത ടീച്ചർ, നമ്മുടെ അനുപമ ടീച്ചർ എന്ത് തീരുമാനിച്ചു? കവിതയുടെ വീട്ടിൽ ചെന്നിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അല്ലെ. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ അനുപമ ടീച്ചർ എന്ത് ചെയ്തു? കവിതയുടെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് നമ്മുടെ ടീച്ചർ എന്ത് ചെയ്തു? കവിതയുടെ മദറുമായിട്ട് സംസാരിക്കുകയാണല്ലേ. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അബൌട്ട് സെൻഡിങ് ഹർ ടു സ്കൂൾ. എന്തിനെ കുറിച്ചാണ് മക്കളെ? അബൌട്ട് സെൻഡിങ് ഹർ ടു സ്കൂൾ. അതായത് നമ്മുടെ കവിതയെ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞയക്കുന്നതിനെ സംബന്ധിച്ചാണ് അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുള്ളത്? സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കോൺവെർസേഷന്റെ ഒരു പാർട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് മക്കളെ. ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കോൺവെർസേഷന്റെ ഒരു ക്ലാസ് മിസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ടീച്ചർ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ നോക്കിക്കേ നമ്മുടെ ടീച്ചർ എന്ത് പറയുന്നുണ്ട്? ആർ യു കവിതാസ് മദർ? എന്താ ചോദിച്ചത്? ആർ യു കവിതാസ് മദർ? നിങ്ങളാണോ കവിതയുടെ അമ്മ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ മദർ മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കിക്കേ, ടീച്ചർ എന്ത് ചോദിക്കുന്നുണ്ട്? ടീച്ചർ എന്ത് പറയുന്നുണ്ട്? ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഞാൻ ആരാണ്? എന്റെ പേര് അനുപമയാണ്, ഞാൻ ഒരു ടീച്ചറാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ മദർ എന്തായിരിക്കും മക്കളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം? മക്കള് ആലോചിച്ച് വെക്കാണ്ട്. മിസ് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു കോൺവെർസേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാദ്യം ഇമാജിൻ ചെയ്യുക. എന്തൊക്കെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക, എന്തിനെ കുറിച്ചായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുന്നത് ആദ്യം ഇമാജിൻ ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? മക്കൾ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേ. അടുത്തത് വീണ്ടും നമ്മുടെ കവിത ടീച്ചർ ചോദിക്കുന്നുണ്ട്, കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ, വൈ? കവിത സ്കൂളിൽ പോകുന്നില്ലേ, എന്തുകൊണ്ടാണ് അവൾ സ്കൂളിൽ പോകാത്തത് എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ മദർ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ മക്കളെ. അടുത്തത് വീണ്ടും ടീച്ചർ ചോദിക്കാനാണ്, ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അവൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ കവിതയുടെ മദർ എന്ത് പറയുന്നുണ്ട്? യെസ് പറയുന്നുണ്ട്.
അപ്പൊ ഇതാണ് ഒക്കെ അവർ സംസാരിച്ചിട്ടുള്ളത്. ഇതിലിടയിൽ വിട്ടു പോയിട്ടുള്ള സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണല്ലേ. അപ്പൊ ഒരാൾ ചിലപ്പം ഒരു ചോദ്യം ചോദിക്കാം, അടുത്ത ആൾ അതിനുള്ള മറുപടി പറയാം, വീണ്ടും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം, അടുത്ത ആൾ അതിനുള്ള മറുപടി പറയാം. ഇതേ രീതിയിലാണ് എന്ത് ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോവുക അല്ലെ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ മക്കളെ. അപ്പൊ നമ്മുടെ ടീച്ചർ ആദ്യം തന്നെ എന്ത് ചോദിക്കാണ്, ആർ യു കബിതാസ് മദർ? എന്താ ചോദിച്ചത്, ആർ യു കബിതാസ് മദർ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് മക്കളെ, എഴുതി തന്നെ പഠിച്ചേ. ഓക്കെ, അപ്പൊ മദർ പറയാണ് യെസ് ഐ ആം ഹെർ മദർ. അതെ, ഞാൻ എന്താണ്, ഞാന് അവളുടെ അമ്മയാണ്, മദർ ആണ് എന്ന് ആര് പറയാണ്, നമ്മുടെ കവിതയുടെ മദർ പറയാണ് അല്ലേ. ദെൻ അഗൈൻ ടീച്ചർ ചോദിക്കുകയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്, എന്താണ്, ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഞാൻ ആരാണ്, ഞാൻ എന്റെ പേര് അനുപമയാണ്, ഞാനൊരു ടീച്ചറാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മദർ പറയാണ് വെൽക്കം ടീച്ചർ, പ്ലീസ് കം ഇൻ. വരൂ ടീച്ചർ, എന്താണ്, വേഗം വന്ന് ഇരിക്കുക എന്ന് പറയാണല്ലേ. നമ്മളായാലും അങ്ങനെയല്ലേ മക്കളെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ടീച്ചറോ അല്ലെങ്കിൽ മറ്റ് ഗസ്റ്റുകൾ ആരോ തന്നെ ആയിക്കോട്ടെ, വീട്ടിലേക്ക് വന്ന് നമ്മൾ എന്ത് പറയും, വരൂ കയറി ഇരിക്കൂ എന്നുള്ള രീതിയിൽ പറയൂലേ. അതേപോലെ നമ്മുടെ കവിതയുടെ അമ്മയും പറയാണ് വെൽക്കം ടീച്ചർ, പ്ലീസ് കം ഇൻ, അകത്തേക്ക് കയറി വരൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ ടീച്ചർ പറഞ്ഞ കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. എന്താ മക്കളെ, കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ, വൈ? കവിത സ്കൂളിലൊന്നും പോയില്ലേ, എന്തുകൊണ്ടാണ് അവള് പോവാത്തത് എന്ന് ആര് ചോദിച്ചു, നമ്മുടെ ടീച്ചർ ചോദിച്ചു അല്ലെ. അപ്പൊ നമ്മുടെ മദർ എന്ത് പറയാണ് നോക്കിക്കേ മക്കളെ, വി ആർ വെരി പുവർ ആൻഡ് വി ഹാവ് നോ മണി. എന്താ പറയുന്നത്, വി ആർ വെരി പുവർ, ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്, ആൻഡ് വി ഹാവ് നോ മണി, ഞങ്ങളുടെ കയ്യിൽ എന്തില്ല, പണമൊന്നുമില്ല അല്ലെ. സ്കൂളിലേക്ക് പോകണമെങ്കിൽ പുസ്തകങ്ങൾ മേടിക്കണമെങ്കിലും യൂണിഫോമും മറ്റു കാര്യങ്ങൾക്കൊന്നും ഞങ്ങളുടെ കയ്യിൽ എന്തില്ല, പണമൊന്നുമില്ല എന്ന് ആര് പറയാണ്, നമ്മുടെ കവിതയുടെ അമ്മ നമ്മുടെ അനുപമ ടീച്ചർ അടുത്ത് പറയാണല്ലേ. അപ്പൊ നമ്മുടെ അനുപമ ടീച്ചർ വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ്, does she like to go to school? അവൾക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ കവിതയുടെ അമ്മ എന്ത് പറഞ്ഞു, യെസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് അല്ലെ, ബാക്കി ഫില്ല് ചെയ്യാനാണ്. Yes, she loves to go to school and study. അവൾക്ക് എന്തിനു ഇഷ്ടമാണ്, സ്കൂളിലേക്ക് പോവാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ ഇഷ്ടമാണ് എന്ന് ആര് പറയാണ്, നമ്മുടെ മദർ പറയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ടീച്ചർ എന്താ പിന്നീട് പറയുന്നത്, send her to school tomorrow, I will teach her. എന്താ പറഞ്ഞത്, send her to school tomorrow. tomorrow എന്ന് പറഞ്ഞാൽ എന്താണ്, നാളെ അവൾ എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് അയക്കണം. I will teach her, ഞാൻ എന്ത് ചെയ്യാം, അവളെ പഠിപ്പിക്കാം എന്ന് ആര് പറയാണ് മക്കളെ, നമ്മുടെ അനുപമ ടീച്ചർ പറയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നിങ്ങൾ ഓർത്തിരുന്നോ, നമുക്ക് നമ്മുടെ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. Then അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആക്ടിവിറ്റി 5 തോട്ട് ആണ് മക്കളെ. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ ആൻഡ് ഷീ ഈസ് സോ എക്സൈറ്റഡ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സഷ ആൻഡ് നവീൻ. റൈറ്റ് വാട്ട് വിൽ ബി ഹർ തോട്ട്സ്? എന്താ മക്കളെ, നമ്മുടെ ഇതാരാണ്, നമ്മുടെ കവിതയാണല്ലേ. പിറ്റേന്ന് എന്ത് ചെയ്തു, നമ്മുടെ കവിത എന്ത് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലോ. എന്തിനാണ്, ടു ഗോ ടു സ്കൂൾ, സ്കൂളിൽ പോകാനായിട്ട് അവള് റെഡി ആയിട്ടിരിക്കുകയാണ്. അവൾ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മുടെ സഷേനെയും അതുപോലെ തന്നെ നവീനെയും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തായിരിക്കും അവളുടെ തോട്ട്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവള് ചിന്തിച്ചിട്ടുള്ളത് എന്നാണ് മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താൽ, ആൻസർ ചെയ്യുന്നതിന് മുന്നേറ്റ് ഒരു തോട്ട് ആവുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഇമാജിൻ ചെയ്യുക, ഈ ക്യാരക്ടർ നിങ്ങളാണ്. അതായത് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ആരാവാനായിട്ട് പോവാണ്, നമ്മുടെ കവിതയാവാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാണ് മക്കളെ, നിങ്ങൾ ഓരോരുത്തരും എന്താണ്, കവിതയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്ത് ചെയ്യാണ്, പുതിയ ഡ്രസ്സുകളും ബാഗുകളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ സഷേനെയും നവേനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ആദ്യമായിട്ട് അവള് സ്കൂളിലേക്ക് പഠിക്കാൻ പോവാണല്ലേ, അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളാണ് ആ കവിത എന്ന് ഓർത്തിട്ട് എന്തൊക്കെയായിരിക്കും മക്കൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്നതാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ, നോക്കിക്കേ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആദ്യം തന്നെ നോക്കിക്കേ, ഐ ആം സോ ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. സഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് മീ. നമ്മുടെ സഷയും നവീനും എന്നെ കുറിച്ച് അനുപമ ടീച്ചർ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ഹെൽപ്ഡ് മീ ടു ഗോ ടു സ്കൂൾ. അവരാണ് എന്നെ സ്കൂളിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. വിൽ ഐ ഗെറ്റ് മെനി ന്യൂ ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ? എനിക്ക് സ്കൂളിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടുമോ? ഐ ഹോപ്പ് ഐ ക്യാൻ സ്റ്റഡി വെൽ നൗ. എനിക്ക് എന്ത് പ്രതീക്ഷയുണ്ട്, എനിക്ക് നന്നായിട്ട് ഇപ്പം പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഹോപ്പ് ഉണ്ട് അല്ലേ. ഐ ആം വെയിറ്റിംഗ് ടു ഗോ ടു സ്കൂൾ വിത്ത് ദം. ഞാൻ എന്തിനു കാത്തു നിൽക്കാണ്, അവരോടൊപ്പം സ്കൂളിലേക്ക് പോകാനായിട്ട് കാത്തു നിൽക്കാണ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ അല്ലേ അവൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും മക്കളെ അല്ലേ. ഞാൻ കുറെ ഹാപ്പിയാണ്, എന്നെ നവീനും സഷിയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്, അതുപോലെ എന്നെ സ്കൂളിൽ പോയാൽ എനിക്ക് നന്നായിട്ട്
പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കും, എനിക്ക് പുതിയ വേറെയും ഫ്രണ്ട്സിനെ കിട്ടുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കവിത ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളിപ്പം കണ്ടു, ആ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം മക്കളെ. പസിൽ ആണ്. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്ലോ ദി ക്രോസ് വേർഡ് പസിൽ. നോക്കിയേ മക്കളെ, നമുക്ക് അവിടെ വായിക്കാനായിട്ട് ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് പാസേജ് വായിക്കാം. I was getting late. Anupama teacher rushed to Kabita's house. I was getting late. Anupama teacher rushed to Kabita's house. There was nobody in front of the house. She heard a sweet lullaby from inside. നമ്മുടെ കവിത ടീച്ചർ എവിടെയോട്ട് പോയിട്ടുണ്ട്? നമ്മുടെ അനുപമ ടീച്ചർ എവിടോട്ട് പോയിട്ടുണ്ട്? കവിതയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. അവിടെ വീടിന്റെ മുന്നിലൊന്നും ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് അവർ എന്ത് കേട്ടത്? എ സ്വീറ്റ് ലല്ലബി ഫ്രം ഇൻസൈഡ്. ലല്ലബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ താരാട്ട് പാട്ടിനെയാണ് അല്ലെ. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കുന്ന സമയത്ത് നമ്മൾ പാടാറില്ലേ പാട്ട്? അതിനാണ് നമ്മൾ ലല്ലബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ലല്ലബി കേട്ടു. ഷി പീപ്ഡ് ഇൻടു ദി ഹൗസ്. അവരെന്ത് ചെയ്തു മക്കളെ? ആ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി അല്ലേ. She saw Kabita singing a sweet tender voice. Nice song, she murmured. അപ്പൊ അവർ ആരെയാണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ കവിത എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സ്വീറ്റ് സൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ അനുപമ ടീച്ചർ പറയാണ് നൈസ് സോങ് അല്ലെ. നമ്മുടെ അനുപമ ടീച്ചർ ഇങ്ങനെ പിറുപിറുത്ത് പറയണ നല്ല പാട്ടാണ് എന്ന് പറയാണ് അല്ലെ. കവിത സോ അനുപമ ടീച്ചർ ആൻഡ് ഷി വാസ് സർപ്രൈസ്ഡ്. അപ്പൊ നമ്മുടെ കവിത ആരെ കണ്ടു? അനുപമ ടീച്ചറെ കണ്ടിട്ട് അവള് സർപ്രൈസ് ആയി പോവാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പസില് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്താണ്? ക്രാഡിൽ സോങ്. എന്താണ് മക്കളെ പറഞ്ഞത്? അക്രോസ് ആണ്. അക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ക്രാഡിൽ സോങ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഏതാണ് ക്രാഡിൽ സോങ്? ആൻസർ എന്താണ് വരുന്നത്? ലല്ലബി അല്ലെ. നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലെ. എന്താണ് ലല്ലബി? ഓക്കെ, എന്താണ്? LULLABY. ഓക്കെ, ഏതാണ്? രണ്ടാമത്തെ എക്രോസ് ആണ് അല്ലെ. സെക്കൻഡ് വൺ ഇവിടെ മക്കളെ. ഓക്കെ, ലല്ലബി. എന്താണ്? ലല്ലബി എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കിക്കേ, എന്താണ്? ടു സ്പീക്ക് ഇൻ ലോ ആൻഡ് സോഫ്റ്റ് വോയിസ്. അതിനെന്താ മക്കളെ പറയാ? ടു സ്പീക്ക് ഇൻ ലോ, പതുക്കെ സംസാരിച്ച ഒരു സോഫ്റ്റ് വോയിസിൽ സംസാരിക്കുന്ന ഏതോ ഒരു വേർഡ് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് മക്കളെ? മർമേർഡ്. ഏതാണ്? മർമേർഡ് എന്നതാണ് അല്ലെ. നോക്കിക്കേ മക്കളെ, ഇവിടെ പറയുന്നില്ലേ ഷീ നൈസ് സോങ് ഷീ മർമേർഡ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എത്രാമത്തതാ? 3 ആണ് അല്ലെ. 3 എക്രോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? മർമേർഡ് എന്നുള്ളത് എഴുതാം കേട്ടോ. മർമർ. ഓക്കെ, നമുക്ക് അവിടെ കംപ്ലീറ്റ് ഇല്ല, മർമർ എന്ന് വരെയുള്ളൂ. മർമേർഡ് എന്നുള്ള വേർഡാണ് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മർമർ എന്ന് വരെ എഴുതിയാൽ മതി. ഓക്കെ മക്കളെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ടു ലുക്ക് സീക്രട്ട്ലി. എന്താണ് മക്കളെ? ടു ലുക്ക് സീക്രട്ട്ലി. എന്താണ് അതിനെ പറയാ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ്? പീപ്ഡ്. എന്താണ്? പീപ്ഡ് എന്ന് നമ്മൾ പറയില്ല. അപ്പൊ 5 ആണ് കേട്ടോ. എന്താണ് മക്കളെ വരുന്നത്? പീപ്ഡ്. 5 നോക്കിക്കേ, പീപ്ഡ് ആണ്. ഓക്കെ, പീപ്പ് എന്നുള്ളത് നമുക്ക് അവിടെ വരുന്നുള്ളൂ കേട്ടോ. പീപ്ഡ് എന്നുള്ളതല്ല, പീപ്പ് എന്നുള്ളത് അവിടെ നമുക്ക് അത്ര കോളംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ടു മൂവ് ക്വിക്ക്ലി. അതായത് പെട്ടെന്ന് പോകുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഇവിടെ പറഞ്ഞൂലേ, ദ അനുപമ ടീച്ചർ റഷ്ഡ് ടു കവിതാസ് ഹൗസ്. അപ്പൊ എന്താണ് മക്കളെ? റഷ്ഡ് കേട്ടോ. അപ്പൊ റഷ് എന്നുള്ളതാണ് വരിക. നമ്പർ നോക്കിക്കേ, 6 അക്രോസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ 6 ഉണ്ട്. RUSH മതി കേട്ടോ. റഷ്. ഓക്കെ അല്ലേ മക്കളെ? Then next one നോക്കിക്കേ, ഇനി ഡൗൺവേർഡ്സ് ആണ് കേട്ടോ. താഴേക്കുള്ളതാണ്. See or feel something unexpected. അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും കാണുകയോ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താവും മക്കളെ? എന്താവും? സർപ്രൈസ്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. സർപ്രൈസ്ഡ് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Then ലാസ്റ്റ് വൺ നോക്കിക്കേ, സോഫ്റ്റ്. പതുക്കെ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? സോഫ്റ്റ് എന്നുള്ളത് നമുക്ക് കവിത സിംഗിങ് ഇൻ എ സ്വീറ്റ് ടെൻഡർ വോയിസ്. എന്താണ് പറയാ മക്കളെ? ടെൻഡർ എന്നതാണ്. അപ്പൊ TEN നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പം NENDER ടെൻഡർ. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന
ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ആൻസർ മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇവിടെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മർമർ എന്ന് വരെയുള്ളൂ, അതുപോലെ പീപ്പ് ഉള്ളൂ, ഓക്കെ, അതുപോലെ റഷ് എന്നേ ഉള്ളൂ കേട്ടോ. അതിന്റെ ലാസ്റ്റ് ED എന്നുള്ള ടേം മക്കള് ഒഴിവാക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് നമ്മുടെ ക്രോസ് വേർഡ് പസിലിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ല മക്കളെ? ഇതുപോലുള്ള ഒരു പസിലും നമുക്ക് വരും. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിലുള്ള ആൻസർ തന്നെയാണ്. ജസ്റ്റ് കൃത്യമായിട്ട് മക്കൾ അത് വായിച്ച് മനസ്സിലാക്കിയാൽ തെറ്റാതെ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയലിൽ പോവുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടി എടുക്കുക, ഓരോ ചോദ്യങ്ങളും മക്കൾ സ്വയം വായിക്കുക, ആൻസർ മക്കൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സ്വയം എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും മക്കൾ മനസ്സിലാക്കിയിട്ട് എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.